അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അൽ ഹജ്ജു അഷ്ഹുറും മഅലൂമാത്ത്, ഹജ്ജ് എന്ന് പറയുന്നത് ചില പ്രത്യേകമായ മാസങ്ങളാണ്, അറിയപ്പെട്ട മാസങ്ങളാണ് എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ മാസങ്ങളെല്ലാം തന്നെ പവിത്രമാണ്. എങ്കിലും വളരെ പ്രധാനമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൂചിപ്പിച്ച വൽ ഫജ്രി വലയാലിൻ അശ്ർ എന്ന് അല്ലാഹു സത്യം ചെയ്തു പറഞ്ഞത് ഈ പരിശുദ്ധ ദിവസങ്ങളെക്കുറിച്ചാണ്. അഥവാ ദിൽഹിജ്ജയുടെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളെക്കുറിച്ചാണ്. ആ ദിവസങ്ങൾ അല്ലാഹു സത്യം ചെയ്യുന്നതിൻ്റെ പ്രത്യേകമായ ഉള്ളടക്കം, ആ ദിവസങ്ങൾ അത്രമേൽ പരിശുദ്ധവും പവിത്രവുമാകുന്നു എന്നതുകൊണ്ടാണ്. അഫ്ദലുൽ അയ്യാം എന്നാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെ വിളിച്ചത്. അതായത് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് നമ്മൾ ഇന്ന് കടന്നുകൊണ്ടേയിരിക്കുന്ന, നടന്നു പോകുന്ന ഈ ദിവസങ്ങൾ. അതിനാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ വൽ ഫജ്ർ, പ്രഭാതം തന്നെ സത്യം, പ്രഭാതം തന്നെ സത്യം എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞിട്ട് 10 ദിവസങ്ങളും തന്നെ സത്യം എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാൻ കാരണം, അതായത് 10 രാത്രികൾ അടങ്ങുന്ന 10 ദിവസങ്ങൾ, വൽ ഫജ്രി വലയാലിൻ അശ്ർ, വലയാലിൻ അശ്ർ, 10 രാത്രികൾ. ആ 10 രാത്രികളെയും നബി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സത്യം ചെയ്തു പറയുന്നു. അത്രമേൽ പ്രാധാന്യമുള്ള 10 ദിവസങ്ങൾ. മഹാനായ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പ്രത്യേകമായ കൽപ്പന പ്രകാരം നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്തു നിന്നുള്ള വിളി സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ച പ്രകാരം സത്യവിശ്വാസികളിൽ സൗകര്യമുണ്ടായ അള്ളാഹുവിന്റെ ആ ഒരു വലിയ തൗഫീഖ് ലഭ്യമായവർ ഹജ്ജിന് വേണ്ടി പോയിട്ടുള്ള ദിവസങ്ങൾ കൂടിയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിളിയാളവും ഖുർആൻ തന്നെ പറയുന്നത് വ അദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് എന്ന് തുടങ്ങിയിട്ടാണ്. വ അദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ജനങ്ങളോട് ഹജ്ജ് കൊണ്ട് നിർബന്ധമായും വിളിക്കണം എന്നാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണ് വിളിച്ചത്. അങ്ങനെയാണ് ഖുർആൻ പറയുന്നത്. വ അദ്ദിൻ എന്ന് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് വിളിക്കാൻ വേണ്ടി ആവശ്യപ്പെടാൻ. ഇബ്രാഹിം ഹജ്ജ് കൊണ്ട് ആളുകളെ വിളിക്കാം. അങ്ങനെ വിളിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നും ഖുർആൻ പറഞ്ഞു. യഅ്തുക റിജാലൻ, ആളുകൾ നിങ്ങളുടെ അടുക്കലേക്ക് കാൽനടയായി വരും. വഅലാ കുല്ലി ളാമിരിൻ യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, ലോകത്തിന്റെ എല്ലാ ദിഗന്ധങ്ങളിൽ നിന്നും, അഷ്ടദിക്കുകളിൽ നിന്നും, എത്രയോ ദൂരപ്രദേശങ്ങളിൽ നിന്നും മനുഷ്യർ വാഹനത്തിലായും കാൽനടയായും നിങ്ങളുടെ അടുക്കലേക്ക് വരും എന്നാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത്. നിങ്ങളുടെ അടുക്കലേക്ക് വരും എന്ന് പറയുന്നതിനൊരു കാൽപ്പനികതയുണ്ട്. അതായത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഓർമ്മകളിലേക്ക്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്ര ദൗത്യത്തെക്കുറിച്ചുള്ള ഓർമ്മയിലേക്ക്, ആ ഓർമ്മയുടെ പുനരാവർത്തനത്തിലേക്കാണ് ഓരോ വിശ്വാസിയും നടക്കുന്നത്. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, ലബ്ബൈക്ക് ലാ ശരീക ലക ലബ്ബൈക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഈ വിളിയാളം കേട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഭവനത്തിലേക്ക് നടക്കുന്ന ഓരോ വിശ്വാസിയും സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ വിളിയാളമാണ് കേൾക്കുന്നത്. സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്തുള്ള വിളിയാണ്. ഇബ്രാഹിം നബിയുടെ വിളിയെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെയാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. യഅ്തൂക റിജാലൻ, ആളുകളൊക്കെ കാൽനടയായി നിങ്ങളുടെ അടുക്കലേക്ക് വരും. അവിടെ നിന്റെ അടുക്കൽ എന്നാണ് അല്ലാഹു പറയുന്നത്, എന്റെ അടുക്കൽ എന്നുപോലുമല്ല എന്നുകൂടി നമ്മൾ അറിയണം. അതായത് പടച്ച റബ്ബ് അവന്റെ ഭവനത്തിലേക്ക് ആളുകളെ വിളിക്കാൻ വേണ്ടി ഏൽപ്പിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു എന്നൊക്കെ തഫ്സീറിലൊക്കെ കാണാം. അല്ലാഹുവേ, ഞാൻ ആരോടാണ്, ഞാൻ ഈ വിജനമായ മരുപ്രദേശത്ത് നിന്ന് വിളിച്ചാൽ ആരു കേൾക്കാനാണ്? കാരണം അന്ന് മക്ക ഒരു വിജന പ്രദേശമാണ്. അവിടെ മനുഷ്യവാസമില്ലാത്ത, അങ്ങനെ പരന്നുകിടക്കുന്ന ആ മരുഭൂമിയെ നോക്കിയിട്ട് ലോകത്തോട് മുഴുവൻ സംബോധന ചെയ്യാൻ വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൽപ്പിക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചോദ്യം അതാണ്, അല്ലാഹുവേ, ഞാൻ ആരോടാണ് കൽപ്പിക്കേണ്ടത്, ഞാൻ ആരെയാണ് വിളിക്കേണ്ടത്? അപ്പോഴാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത്, വിളിച്ചോ. കേൾപ്പിക്കേണ്ടത്, അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. അല്ലാഹു ഏറ്റെടുത്തിട്ടാണ് പറയുന്നത് യഅ്തൂക റിജാലൻ, ആളുകളൊക്കെ കാൽനടയായി വരും. കാൽനടയായി പോകുന്നവർ ഇന്നുമുണ്ട്. കാൽനടയായി കാലങ്ങളായി ചരിത്രത്തിലെമ്പാടും അങ്ങനെ നടന്നുപോയ മനുഷ്യരുടെ ഒരു വലിയ നീണ്ട ചരിത്രം നമുക്ക് കാണാനാവും. വഅലാ കുല്ലി ളാമിരിൻ യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, അതുപോലെ പലതരം വാഹനങ്ങൾ. അവിടെ പറയുന്ന വാഹനം ഇന്ന വാഹനമെന്നില്ല, പലതരം വാഹനങ്ങളിലായി, ഒട്ടകപ്പുറത്തായി, മറ്റു തരത്തിലുള്ള ആധുനിക സജ്ജീകരണങ്ങൾ ഉപയോഗിക്കുന്ന പുതിയ കാലത്തെ പുതിയ യാത്രാവാഹനങ്ങളിലായി, മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള മനുഷ്യരും അവിടെ എത്തും. അങ്ങനെ എത്തുന്ന ഒരു പരിശുദ്ധമായ ദിവസമാണ്
ദിവസങ്ങളാണ് ദുൽഹിജ്ജയുടെ 1 മുതൽ 10 ദിവസം വരെയുള്ള ദിവസങ്ങൾ. ദുൽഹിജ്ജയുടെ 1 മുതൽ 10 ദിവസം എന്ന് ഞാൻ പറയാൻ കാരണം അതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ടാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ ദിവസങ്ങളിൽ എന്താണ് ഏറ്റവും നല്ലത് എന്ന് ചോദിക്കുമ്പോൾ ഹജ്ജ് ഒരു പ്രധാനപ്പെട്ട ഒരു അമലാണ്. പക്ഷെ അതിന് പ്രത്യേകം അതിനായി നിശ്ചയിക്കപ്പെട്ടവരും അതോടൊപ്പം തന്നെ അതിന് സൗകര്യം കിട്ടിയവർക്കുമാണ് ആ അമൽ ഉണ്ടാവുന്നത്. എല്ലാവർക്കും അത് ഉണ്ടാവുന്നില്ല. എല്ലാവരും അങ്ങനെ ചെയ്തു കൊള്ളണമെന്നുമില്ല. അതുകൊണ്ടാണ് ഖുർആൻ മനിസ്തതാഅ ഇലൈഹി സബീല എന്ന് ഖുർആൻ പറഞ്ഞു. അതിന് കഴിയുന്ന പലതരത്തിലുള്ള കഴിവുകളുണ്ട്. അവരുടെ യാത്രാ സൗകര്യം വേണം. ഇനി ഒരു ഗവൺമെന്റ് തന്നെ അതിന് തൽക്കാലം പോകണ്ട എന്ന് പറഞ്ഞാൽ പോകാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഔദ്യോഗികമായി അതിനാവശ്യമായിട്ടുള്ള യാത്രാരേഖകളും സംവിധാനങ്ങളും ഒരുക്കപ്പെടുന്ന കാര്യത്തിലൊക്കെ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ കാരണങ്ങളാൽ അതിന് സാധിക്കാതെ പോയാലും അയാൾക്ക് സാധിക്കുന്നില്ല. അപ്പൊ അതൊക്കെ കൂടിയാണ് കൃത്യമായി അവിടെയൊക്കെ നമുക്ക് കാണാനാവും. മനിസ്തതാഅ ഇലൈഹി സബീല, എല്ലാ വഴിയും തുറക്കണം. അയാളുടെ സാമ്പത്തികമായി അതിന് സാധ്യമാവണം, ശാരീരികമായി അയാൾക്ക് അതിന് സാധ്യമാവണം. പോകുന്ന വഴിയെ തന്നെയും എന്തെങ്കിലും തരത്തിലൊരു അപകട സാധ്യത വരാവുന്ന ഒന്നില്ലാത്ത വിധം യാത്രയുടെ വഴിയും സൗകര്യപ്രദമാകണം. അങ്ങനെ എല്ലാം കൂടി വരുന്നതിനെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത് മനിസ്തതാഅ ഇലൈഹി സബീല. എന്നാൽ അതെല്ലാം കിട്ടിയാൽ അയാൾ ഹജ്ജ് ചെയ്യുകയും വേണം. അങ്ങനെ കിട്ടിയിട്ട് പിന്നെ കുറെ കാലം കഴിയട്ടെ എന്ന് വിചാരിക്കുന്നതോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ ചെയ്യുമ്പോൾ അയാൾ അങ്ങനെ മാറ്റി അവസാനം മരണപ്പെട്ടു പോയാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ സത്യവിശ്വാസിയായി മരിച്ചു കൊള്ളണമെന്നില്ലെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ ഹദീസ് അങ്ങനെയാണ്. അവനങ്ങ് മരിച്ചു പോകട്ടെ എന്നാണ്. ഫൽ യമുത് ഇൻഷാ യഹൂദിയൻ ഔ നസ്രാനിയൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മരിച്ചു പോകട്ടെ എന്നാണ്. മുസ്ലിമായി മരിച്ചു പോകേണ്ടതില്ല എന്നാണ്. അള്ളാഹു കാക്കട്ടെ. എത്ര വലിയ ഗൗരവമുള്ള ഒരു വിഷയമാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരാൾക്ക് എല്ലാ സൗകര്യവും അയാൾക്ക് ലഭ്യമായി. ഈ പറയപ്പെട്ട യാത്രാ സൗകര്യമുണ്ട്, ഈ പറയപ്പെടുന്ന വിധത്തിലുള്ള എല്ലാവിധ സാമ്പത്തിക സൗകര്യമുണ്ട്, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അങ്ങനെ പറയപ്പെടാവുന്ന രീതിയിലില്ല. എന്നിട്ടും അയാൾ അത് ചെയ്യാതെ പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നതെങ്കിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫല്യമുത്ത്, അയാൾ മരിച്ചു പോയിക്കോട്ടെ. എങ്ങനെയാ മരിക്കേണ്ടത്? എങ്ങനെയെങ്കിലും മരിച്ചു പോയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഈമാനില്ലാത്ത വിധം അയാൾ മരിച്ചു പോകട്ടെ. ആ രീതിയിലുള്ള ഏത് മതത്തിലോ ഏത് വിശ്വാസത്തിലോ ആയിക്കൊള്ളട്ടെ എന്ന് പറയുമ്പോൾ അത് വലിയൊരു പേടിപ്പെടുത്തലാണ്. നമ്മൾ മുഅ്മിനീങ്ങളായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു പേടിപ്പെടുത്തലാണ്. എന്തുകൊണ്ടെന്നാൽ ആ സൗകര്യങ്ങൾ കിട്ടിയിട്ട് അത് ചെയ്യാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ. പല സഹോദരന്മാരോടും നമ്മൾ ചോദിക്കുമ്പോൾ പറയാറുണ്ട്, കുറച്ചുകൂടി കഴിയട്ടെ, സമ്പത്തുണ്ട്, സൗകര്യമുണ്ട്, മറ്റെല്ലാവിധ സൗകര്യമുണ്ട്. അപ്പൊ ഇവരൊരു വിചാരം എന്ന് പറയുന്നത് നാം മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? കുറച്ചുകൂടിയൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് എല്ലാ പൂതിയും തീർന്നിട്ട് ഹജ്ജിന് പോയാൽ പിന്നെ അവിടെ നിന്ന് അങ്ങ് നന്നാവാലോ എന്നാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങ് നന്നാവാലോ. തൽക്കാലം അതുവരെയുള്ള സമയം മുഴുക്കെ എല്ലാ പൂതി അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ജീവിക്കാന്ന. അങ്ങനെയെങ്കിൽ ഏത് ദിവസത്തിന്റെ ഗ്യാരണ്ടിയിലാണ് നമ്മൾ ജീവിക്കേണ്ടത്? ഏത് ദിവസത്തിന്റെ ഏത് നിമിഷത്തിന്റെ ഗ്യാരണ്ടിയിലാണ് നമ്മൾ ജീവിക്കേണ്ടത്? സത്യവിശ്വാസികളെ ഇത് നമ്മളോട് എല്ലാവരോടുള്ള ഉണർത്തലാണ്. ഞാനിത് വെറുതെ പറയാനല്ല, പല സഹോദരന്മാരും പറയാറുള്ള ഒരു കാര്യമാണ്. എല്ലാ സൗകര്യവും ഉണ്ട്, സമ്പത്തുണ്ട്, ശാരീരികമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. യാത്രക്ക് പോകാൻ സാധ്യമാകാവുന്ന എല്ലാ സാമൂഹിക രാഷ്ട്രീയ എല്ലാ സൗകര്യവും ലഭ്യമാകുന്ന ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുന്നവരാണ്. എന്നിട്ടാണ് പലപ്പോഴും അത് താമസിപ്പിച്ചു പോയിട്ട് അവസാനം അങ്ങനെ മരിച്ചു പോകുന്നതെങ്കിൽ അത് വലിയ ഗൗരവമുള്ള കാര്യമാകുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേസമയം അങ്ങനെ പോകാൻ വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ പറയപ്പെടുന്ന സാഹചര്യങ്ങളൊന്നുമില്ല. എത്ര മനുഷ്യന്മാർക്ക് ആ പച്ചക്കുബ്ബ കാണാൻ ആഗ്രഹമുണ്ട്? എത്ര മനുഷ്യർക്ക് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന കാണാൻ? എത്ര മനുഷ്യർക്ക് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഗേഹം ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക, ഭൂമിയിലെ ഏറ്റവും ആദ്യത്തെ ഗേഹം, അള്ളാഹുവിനെ ആരാധിക്കപ്പെടാനുള്ള ആദ്യം നിർണിതമായ ഗേഹം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്ന ആ ഗേഹം കാണാൻ എത്ര ആളുകൾക്ക് ആഗ്രഹമുണ്ട്? പക്ഷേ അതിന് സാധ്യമാകാത്ത സ്ഥിതി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് സാധിക്കാവുന്ന രീതിയല്ലാത്ത മറ്റു പല കാരണങ്ങളാൽ, അദ്ദേഹത്തിന്റെ സാമ്പത്തിക കാരണങ്ങളാൽ, അദ്ദേഹത്തിന്റെ ശാരീരിക കാരണങ്ങളാൽ അതിന് സാധിക്കുന്നില്ല. അവിടെ അയാളുടെ ഇഖ്ലാസ് ഹജ്ജ് പോലെ സ്വീകരിക്കപ്പെടും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹജ്ജിന് പോകാത്തവരായിരിക്കുമല്ലോ ഇപ്പോ അവിടേക്ക് പോയ ആളുകൾ ഏകദേശം പോയി കഴിഞ്ഞു. എന്നാൽ ആത്മാർത്ഥമായി അതിനെ ആഗ്രഹിക്കുകയും എന്നാൽ അത്
ചെയ്യാതെ പോവുകയും ചെയ്യുമ്പോൾ അതിന് ചിലപ്പോഴൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ചില കാര്യങ്ങളിൽ അതിന് സാധിക്കാതെ പോകുന്ന മനുഷ്യരുടെ ആ വലിയ ആ ദാഹത്തെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുകൊണ്ട് പറയുന്നുണ്ട്, അത് അങ്ങനെ ഒരു ദാഹം അവർക്കുണ്ടായാൽ ആ അമൽ അവിടെ ചെയ്യുമ്പോൾ അതിന്റെ തത്തുല്യ പ്രതിഫലം ഇവിടെ കിട്ടും. തത്തുല്യമായ പ്രതിഫലം ഇവിടെയും കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിഹാദിന് പോയ മഹാന്മാരായ സ്വഹാബാക്കളെ മുൻനിർത്തി അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, അവർ യുദ്ധത്തിന് പോകാൻ യോദ്ധാക്കളായ സ്വഹാബാക്കളുണ്ട്. ആ സമയത്ത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നബിൽ മദീനത്തിൽ റിജാലൻ മാ സിർതും മസീറ. മദീനയിൽ ഒരു പറ്റം ആളുകളുണ്ട്, അവര് നിങ്ങളെപ്പോലെ യാത്ര ചെയ്തിട്ടില്ല. മാ സിർതും മസീറൻ, നിങ്ങളെപ്പോലെ ഒരു യാത്രയും ചെയ്തില്ല. വല ഖതഅതും വാദിയൻ, നിങ്ങളെപ്പോലെ ഒരു താഴ്വാരവും അവർ മുറിച്ചു കടന്നുമില്ല. നിങ്ങളിങ്ങനെ മലൻ ചെരുവുകളിലൂടെ യാത്ര ചെയ്ത് വിദൂര ദേശങ്ങളിലേക്ക് പോയി മരുപ്രദേശത്തിന്റെ ക്രൂരമായ വന്യമായ വഴിയിലൂടെ ഒക്കെ നടന്ന് അവസാനം നിങ്ങൾ യുദ്ധത്തിനായി അവിടെ ചെല്ലുന്ന നേരത്താണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നബിൽ മദീനത്തി ലരിജാലൻ, മദീനയിൽ കുറച്ചു പേരുണ്ട്, മസിർത്തും മസീറൻ, നിങ്ങൾ പോയ പോലെ ഒന്നും അവർ യാത്ര ചെയ്തില്ല. വല ഖതഅതും വാദിയൻ, നിങ്ങൾ പോയ പോലെ ഒരു മലഞ്ചെരിവും ഒരു മലത്താഴ്വാരങ്ങളും അവർ മുറിച്ചു കടന്നുമില്ല. ഇല്ലാ കാനു മഅക്കും, അവർ നിങ്ങളുടെ കൂടെയുണ്ട്. എങ്ങനെയാ അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നത്? നിങ്ങളുടെ കൂടെയുണ്ടെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ കൂടെയുണ്ടെന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത്രമേൽ അവർ ഹൃദയം കൊണ്ട് അവർ ആ യുദ്ധത്തിന്റെ പിന്നാലെ പോയിട്ടുണ്ട്. പടച്ചവനെ, അങ്ങനെ ഒന്ന് ചെയ്യാൻ ആ ജിഹാദിന് സാധ്യമാകാതെ പോയിട്ടുള്ള ഒരു പ്രത്യേക സാഹചര്യം ഞങ്ങൾക്ക് വന്നുവല്ലോ എന്ന ചിന്തയിൽ അവർ വല്ലാതെ ദുഃഖിതരാണ്. ഇപ്പൊ ഹജ്ജിന് പോകാത്ത സഹോദരന്മാരിൽ ചിലർ അങ്ങനെ ദുഃഖിച്ചിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറയാണ്, ഹജ്ജിന് പോയവരുടെ അതേ കൂലിയിൽ അവരും പങ്കാളികളാണ്. ഹജ്ജിന് ചെയ്ത അവരുടെ പ്രവൃത്തികളുടെ നന്മകളുടെ എല്ലാ കൂലിയിലും ഇല്ലാ ശറകൂക്കും ഫിൽ അജ്ർ, ഇല്ലാ ശറകൂക്കും ഫിൽ അജ്ർ, നിങ്ങളോടൊപ്പം അവരും ആ പ്രതിഫലത്തിൽ പങ്കാളിത്തം വഹിച്ചിട്ടല്ലാതെ അവരാരും അവരുടെ ഭവനങ്ങളിൽ ഇരിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഹബസഹുമുൽ മർദ്, അവർക്ക് രോഗമാണ് അതിന് കാരണമായി തീർന്നത് എന്ന് സയ്യിദുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അപ്പൊ ഹാജിയെ പോലെ തന്നെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അള്ളാഹു ഹജ്ജ് തരും. ഹജ്ജ് എല്ലാ വർഷവും ചെയ്യേണ്ടതില്ല. ഒരു പരിധിവരെ പറഞ്ഞാൽ നിർബന്ധമായ ഹജ്ജിനു ശേഷം പിന്നെയുള്ളതൊക്കെ സുന്നത്താണ്. ചിലപ്പോ ആ ഹജ്ജിനേക്കാളും, അതായത് സുന്നത്തായ ഹജ്ജിനേക്കാളും ചില വലിയ നന്മകൾ ചെയ്യാൻ വേണ്ടിയുള്ള അതിനുള്ള സാഹചര്യം കിട്ടിയാൽ അതിനും പോകാം. ഞാനത് മറ്റൊരർത്ഥത്തിൽ ഹജ്ജിന് പോകുന്നവരെ നിരുത്സാഹപ്പെടുത്തല്ല, അതും സുന്നത്താണ്. എന്നാൽ ഈ പറയപ്പെടുന്നതിനേക്കാളും വലിയ നന്മകൾ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. കുടുംബങ്ങളുടെ നന്മക്ക് വേണ്ടി, പാവപ്പെട്ട മനുഷ്യരുടെ ദാരിദ്ര്യം ഒഴിവാക്കാൻ വേണ്ടി. അതുകൊണ്ട് ഈ ദിവസങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈ ദിവസങ്ങളുടെ ശ്രേഷ്ഠതയെ കുറിച്ച് പറഞ്ഞപ്പോൾ പുണ്യനബി പറഞ്ഞു, മൽ അമലു ഫി അയ്യാമിൻ അഫ്ളല മിൻ ഫി ഹാദിഹി, ഈ പരിശുദ്ധമായ ദിവസങ്ങളിൽ ശ്രേഷ്ഠമായ മറ്റൊരു അമലുമില്ല. അപ്പോ അങ്ങനെ പറഞ്ഞു നിർത്തിയപ്പോ സ്വഹാബത്ത് ചോദിച്ചു, വലൽ ജിഹാദു യാ റസൂലല്ലാഹ്, ജിഹാദില്ലേ? ജിഹാദല്ലേ വലുത്, കാരണം ധർമ്മ പോരാട്ടല്ലേ, സത്യത്തിന്റെ അഭ്യുത്ഥാനത്തിന് വേണ്ടി, അതിന്റെ ഇസ്സത്തിന് വേണ്ടി, അതിന്റെ പ്രതാപത്തിന് വേണ്ടി, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ധാർമ്മികമായ സുസ്ഥിതിയും സാമൂഹികമായ സമാധാനവും നിലനിൽക്കുന്ന ഒരു സമൂഹ നിർമ്മിതിക്ക് വേണ്ടിയുള്ള പോരാട്ടമല്ലേ. ആ പോരാട്ടത്തെക്കാൾ വലുതാണോ മറ്റെന്തും? അതുകൊണ്ട് വലൽ ജിഹാദു യാ റസൂലല്ലാഹ്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, വലൽ ജിഹാദു, ജിഹാദും ഇല്ല. പിന്നെ എന്തേ അവിടെ ഉള്ളത്? ഇല്ലാ റജുലുൻ ഖറജ യുഖാതിറു ബിനഫ്സിഹി വമാലിഹി, അവന്റെ സമ്പത്തും അവന്റെ ശരീരവും കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ ആത്മാർത്ഥതയോടുകൂടെ മറ്റുള്ളവരുടെ സേവനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ അതിനേക്കാളും ശ്രേഷ്ഠമായി ഈ ദിവസങ്ങളിൽ മറ്റൊന്നുമില്ല അള്ളാഹുവിന്റെ റസൂൽ പറയും. ഫലം യർജിഉ ബിശൈഇൻ, തിരിച്ചു ഒന്നുകൊണ്ടും തന്നെ മടങ്ങിയില്ല എന്ന് പറഞ്ഞാൽ അയാളുടെ സമ്പത്തും അയാളുടെ ജീവൻ പോലും അയാൾ മനുഷ്യരുടെ നന്മക്ക് വേണ്ടി ഉപയോഗിച്ചു എന്ന്. അതുകൊണ്ടാണല്ലോ പുണ്യനബി പറഞ്ഞത്, ആരാണ് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠൻ? വമൻ അഹബ്ബുന്നാസി ഇലല്ലാഹ്, ആരാണ് നബിയെ കൂടുതൽ അള്ളാഹ്ക്ക് ഇഷ്ടം? ഈ ചോദ്യം നമ്മളെ ഓരോരുത്തരും നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ഈ വലിയ അമലും വലിയ ദിക്റും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും, നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട ഒരൊറ്റ ചോദ്യമാണ്, വമൻ അഹബ്ബുന്നാസി ഇലല്ലാഹി യാ റസൂലല്ലാഹ്, ആരാ നബിയെ അള്ളാഹുവിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മനുഷ്യർ? റസൂലുള്ളാഹിക്ക് മറുപടി പറയാൻ സംശയം ഉണ്ടായില്ല. അൻഫഉന്നാസി ഇലൈഹിം, ജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനം ചെയ്യുന്നവരാരോ അവരാണ്. മനുഷ്യന്റെ ദുഃഖങ്ങളെ മാറ്റാൻ വേണ്ടി പണിയെടുക്കുന്നവർ.
ഒരു മനുഷ്യന്റെ കടം വീട്ടാൻ വേണ്ടി പണിയെടുക്കുന്നവർ, അവന്റെ തപിക്കുന്ന മനസ്സിനോടൊരാശ്വാസത്തിന്റെ തെളിനീര് കൊടുക്കാൻ ഒന്നൊന്ന് അവന്റെ തോളിലൊന്ന് തട്ടി ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നവൻ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെയെങ്കിൽ ഞാൻ ഒരു സഹോദരന്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഞാൻ അയാളുടെ പിന്നാലെ നടക്കാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, മദീനത്തെ പള്ളിയിൽ ഞാൻ ഇഅ്തികാഫിരിക്കുന്നതിനേക്കാളും കൂടുതൽ എനിക്കിഷ്ടം ഒരു മനുഷ്യന്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നടക്കലാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, ഈ ദിവസങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? ഈ ദിവസങ്ങളിൽ ഹജ്ജിന് പോകാത്ത സഹോദരന്മാർക്ക് പറ്റിയ പണി എന്താണ്? അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അത് അവന്റെ സമ്പത്ത് കൊണ്ടും അവന്റെ ശരീരം കൊണ്ടും മറ്റുള്ളവർക്ക് വേണ്ടി കൂടുതൽ കൂടുതൽ പണിയെടുക്കാൻ തയ്യാറാവുക എന്നതാണ് ഏറ്റവും പ്രധാനം എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതായത് കൂടുതൽ നന്മ ചെയ്യലാണ്, കൂടുതൽ നന്മ ചെയ്യലാണ്. മാ മിൻ അയ്യാമിൻ അഅ്ലമു ഇൻദല്ലാഹി വലാ അഹബ്ബു ഇലൈഹി മിനൽ അമലി ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. ഈ 10 ദിവസത്തെക്കാളും നന്നായി അമല് ചെയ്യാൻ പറ്റിയ മറ്റു ദിവസങ്ങളില്ലാന്ന്. അപ്പൊ പിന്നെ റമദാനോ എന്ന് ചോദിക്കാം. ഓരോ സമയങ്ങൾക്ക് അതിൻ്റെതായ ചില പ്രത്യേകതകളുണ്ട്. അതുകൊണ്ടാണ് ഈ 10 ദിവസത്തെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ 10 ദിവസം പ്രത്യേകമായി അമല് ചെയ്യുന്നതിന് വലിയ അർത്ഥത്തിലുള്ള പ്രതിഫലം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഫഅക്സിറു ഫീഹിന്ന തഹ്ലീൽ മിനത് തഹ്ലീൽ വത്തക്ബീർ വത്തഹ്മീദ്. അതുപോലെ ഈ പരിശുദ്ധ ദിവസങ്ങളുടെ പ്രത്യേകതയാണ് കൂടുതൽ തക്ബീർ ചൊല്ലുക. അറഫയുടെ ദിവസമാകുന്നതോടുകൂടെ അറഫ മുതൽ അയ്യാമു തശ്രീഖ് വരെ സത്യവിശ്വാസികൾ ഇങ്ങനെ തക്ബീറിലായിരുന്നു. ഹജ്ജിലല്ലാത്തവർ തക്ബീറിലാണ്, ഹജ്ജ് ചെയ്യുന്നവരും തക്ബീറിലാണ്. അന്തരീക്ഷം മുഖരിതമാകുന്നത് തക്ബീർ കൊണ്ടാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ആ രീതിയിൽ തക്ബീർ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഈ ദിവസങ്ങളിൽ പ്രത്യേകമായ ഒരു ശ്രേഷ്ഠമായ കാര്യമാണ് ഫഅക്സിറു ഫീഹിന്ന മിനത് തഹ്ലീൽ. നിങ്ങൾ തഹ്ലീൽ, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ തഹ്ലീൽ ഇങ്ങനെ നിരന്തരമായി, അതിനൊക്കെ പറ്റിയതാണ് അല്ലാഹു അക്ബർ എന്ന് തുടങ്ങുന്ന നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെയുള്ള തക്ബീർ ഇങ്ങനെ അങ്ങനെ പറഞ്ഞു തീർക്കുമ്പോൾ ഈ പറയപ്പെട്ട എല്ലാം അതിലടങ്ങിയിരിക്കും. അത് ഈ അമലുകളുടെ ഈ പ്രത്യേകമായ ദിവസത്തിന്റെ അമലിൽ പ്രധാനമാകുന്നു എന്നാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുപോലെ വളരെ പ്രധാനപ്പെട്ടതാണ് അറഫ ദിവസം. ഒരു ഭാഗത്ത് സത്യവിശ്വാസികൾ ആ ദിവസത്തിലെ ആ മൈതാനിയിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നു. അന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പിശാചിന് ഇത്രമേൽ അസഹ്യമായ മറ്റൊരു ദിവസവും ഈ ഭൂമിയിലില്ല. എന്തുകൊണ്ടെന്നാൽ മുഅ്മിനീങ്ങൾ അപ്പോൾ ഹൃദയം കരഞ്ഞും കണ്ണു കലങ്ങിയും അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കൈ ഉയർത്തുന്നു. അല്ലാഹുവെ പൊറുക്കണേ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യത്തോളം പിശാച് ഇഷ്ടപ്പെടാത്ത മറ്റൊന്നുമില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, അവൻ ഏറ്റവും കൂടുതൽ നിന്ദ്യനായി കാണപ്പെടുന്ന ദിവസം എന്ന് പറയുന്നത് അറഫയിൽ മുഅ്മിനീങ്ങൾ തടിച്ചുകൂടുന്ന ദിവസമാണ്. അതുപോലെ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര മുഹൂർത്തവും കൂടിയാണ് യഥാർത്ഥത്തിൽ അറഫയുടെ ദിവസം. എന്തുകൊണ്ടെന്നാൽ ആ ദിവസം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നടത്തിയ ഏറ്റവും മനോഹരമായ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ ദിവസം. സത്യവിശ്വാസികളുടെ ഏറ്റവും വലിയ പെരുന്നാളാണ്. മഹാനായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരു ജൂതൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കറിയോ ഒരു ദിവസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു പെരുന്നാൾ ദിനം പോലെ അത്രമേൽ പ്രധാനപ്പെട്ട ഒരു ദിവസം നിങ്ങളുടെ കൂടെയുണ്ട്. ജൂത എങ്ങനെയാ പറഞ്ഞത്? ജാഅ റജുലുൻ മിനൽ യഹൂദി ഇലാ ഉമറ ഫഖാല യാ അമീറൽ മുഅ്മിനീൻ ആയത്തുൻ ഫീ കിതാബികും തഖറഊനഹാ ലൗ അലൈനാ ഉൻസിലത് മഅ്ശറൽ യഹൂദി ലത്തഖദ്നാ ദാലിക്കൽ യൗമ ഈദ. ഒരു ദിവസം ഒരായത്ത് പരിശുദ്ധ ഖുർആനിലുണ്ട്. ആ ആയത്തെങ്ങാനും ഞങ്ങൾക്കാണ് അവതീർണമായിരുന്നതെങ്കിൽ ഞങ്ങൾ ആ ദിവസം പെരുന്നാൾ പോലെ കാണുമായിരുന്നു എന്നാണ് ആ ജൂതന്റെ വർത്താനം. അയ്യു ആയത്തിന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഏതാണ് ആയത്ത്? അപ്പോൾ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞു, ഇതാണ് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങൾക്ക് ഈ മതം ഇന്ന് ഇവിടെ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഈ മതത്തിന്റെ എല്ലാത്തരം ഹുക്കുമുകളും പൂർത്തീകരിച്ചു തരികയും ചെയ്തിരിക്കുന്നു. വഅത്മംതു അലൈക്കും, നിങ്ങൾക്കുമേൽ എന്റെ അനുഗ്രഹത്തെ, വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹത്തെയും പൂർത്തീകരിച്ചു തന്നു. വറദീതു ബിക്കുമുൽ ഇസ്ലാമ ദീനാ, പരിശുദ്ധമായ ഇസ്ലാമിനെ ദീൻ എന്ന നിലയിൽ നിങ്ങൾക്കായി ഞാൻ തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്ന് പറയപ്പെട്ട ഈ സത്യവിശ്വാസത്തിന്റെ പ്രബോധനത്തിന്റെ 23 പ്രായം, അതായത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 കൊല്ലക്കാലത്തെ തീക്ഷ്ണമായ പ്രബോധനത്തിന്റെ
ഭീഷണമായ ഒരു കാലത്തിന്റെ, അത്രമേൽ സഹിച്ചതിന്റെയും ത്യാഗത്തിന്റെയും എല്ലാത്തിനും അവസാനം കുറിക്കപ്പെടുന്ന ഏറ്റവും സന്തുഷ്ടമായ ഒരു മുഹൂർത്തം എന്ന് പറയാവുന്ന ഒരു മുഹൂർത്താണ് മഹാനായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ പ്രകാരം ഈ ആയത്ത് അവതീർണമായ ദിവസം. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും. ഈ ആയത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നെ ഏകദേശം 81 ദിവസം വരെ അള്ളാഹുവിന്റെ റസൂൽ ജീവിച്ചിരുന്നിട്ടുള്ളതാണ്. 81 ദിവസം വരെ. അതിനിടയിൽ വന്ന ഒരുപാട് വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ എന്ന് തുടങ്ങുന്ന സൂറത്ത്. ആ സൂറത്തും ഈ ആയത്തും എല്ലാം വേറൊന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദ്യോതിപ്പിക്കുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സൂചിപ്പിക്കുന്നുണ്ട്. അതേതാ? ഈ ആയത്ത് വരുമ്പോ എല്ലാവരും സന്തോഷിച്ചു. എല്ലാവരും സന്തോഷ നിർഭരമായി നിൽക്കുമ്പോ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട അവിടുത്തെ ഏറ്റവും അടുത്ത സ്നേഹിതൻ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മാത്രം കരഞ്ഞു. ലമ്മാ ഖറഅ ഹാദിഹിൽ ആയ അല സ്വഹാബ, പരിശുദ്ധ ഖുർആൻ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആയത്ത് സ്വഹാബത്തിന് ഓതി കൊടുക്കുമ്പോൾ ഫരിഹു ജിദ്ദൻ, എല്ലാവരും വലിയ സന്തോഷമായി. കാരണം നമ്മൾ ഇതുവരെ ചെയ്ത ഈ ത്യാഗവും ഈ നിരന്തരമായ പോരാട്ടവും എല്ലാം ഈ ദീനിനു വേണ്ടിയായിരുന്നല്ലോ. ഈ ദീൻ ഇവിടെ പരിപൂർണമായല്ലോ. അങ്ങനെ സന്തോഷിക്കുമ്പോൾ അവർ വലിയ സന്തോഷം പ്രകടിപ്പിച്ചു, അവർ ആഹ്ലാദ ചിത്തരായി. ഇല്ലാ അബൂബക്കറിൻ, അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഫബക, അബൂബക്കർ ഫഇന്നഹു ബക, മഹാനവറുകൾ കരയാൻ തുടങ്ങി. ഫസുഇലാൻ, അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, എന്താണ് അങ്ങ് കരയാൻ കാരണം? അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹാദിഹിൽ ആയ തദുല്ലു അലാ ഖുർബി വഫാത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമെന്ന് കൂടി ഈ ആയത്ത് പറഞ്ഞു തരുന്നുണ്ട്, പറയാതെ പറഞ്ഞു തരുന്നുണ്ട്. നേരെ അർത്ഥം നോക്കിയാൽ ഒന്നുമില്ലേ, വളരെ സന്തോഷമേ ഉള്ളൂ. സ്വഹാബാക്കൾ ആ സന്തോഷത്തിലാണ്. എന്തുകൊണ്ടെന്നാൽ അതിൽ പറഞ്ഞതെല്ലാം സന്തോഷകരമായ വാർത്തയാണ്. നിങ്ങൾക്കിതാ ഈ മതം പൂർത്തീകരിച്ചു, നിങ്ങൾക്കിതാ ഈ ദൗത്യം പൂർത്തീകരിച്ചു, നിങ്ങൾക്കിതാ ഇസ്ലാമിനെ ഞാനിതാ തൃപ്തിപ്പെട്ട് നിങ്ങൾക്ക് ജീവിതത്തിന്റെ പദ്ധതിയായി സമഗ്രമായ ഒരു ജീവിത പദ്ധതി എന്ന നിലയിൽ അവതരിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായി പരിശുദ്ധ ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്കായി തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞതാണ് ആയത്ത്. പക്ഷേ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ഇനി നബി എന്ന പരിശുദ്ധ റസൂൽ എന്ന സാന്നിധ്യം, ഇനി ഇങ്ങനെ ഒരു മതത്തിന്റെ പൂർത്തീകരണത്തിന്റെ ഈ ദൗത്യ നിർവഹണത്തിന്റെ ഒരു ആവശ്യം ഇനി ഇല്ലാത്തത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇനി പോകാനായി എന്നല്ലേ അതിന്റെ ഉള്ളടക്കത്തിലെ മറ്റൊരു സൂചന എന്നതുകൊണ്ടായിരുന്നു സയ്യിദുനാ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു കരഞ്ഞത്. ഇതേ സംഭവം ഇതുപോലെ മറ്റൊരു സമയത്ത് മഹാനായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ ദർബാറിൽ നടക്കുന്നുണ്ട്. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തന്റെ ഏറ്റവും അടുത്ത പ്രഗത്ഭരായ ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവിടുത്തെ ഒരു അഡ്മിനിസ്ട്രേഷൻ പ്രൊസീഡിയമുണ്ട്. അതായത് ഭരണ സംവിധാനത്തിന്റെ പ്രധാനപ്പെട്ട അതിന് വേണ്ട ചില പ്രഗത്ഭരായ സ്വഹാബാക്കളെ കൂട്ടിയിട്ടുണ്ട്. ആ സ്വഹാബാക്കളിൽ പക്ഷേ കൂടെ ഒരു ചെറുപ്പക്കാരുണ്ട്. അദ്ദേഹത്തിന് കേവലം 19-18 വയസ്സേ ആയിട്ടുള്ളൂ, കൗമാരകാലം. പക്ഷേ അദ്ദേഹത്തോട് പലപ്പോഴും ഉമർ റളിയല്ലാഹു കാര്യങ്ങൾ ചോദിക്കുന്നു. ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ, ചില കാര്യങ്ങളിൽ പ്രത്യേകം ആരായുന്നു, അദ്ദേഹത്തിന്റെ ഉപദേശം തേടുന്നു. അത് കണ്ടപ്പോ വലിയ പ്രഗത്ഭരായ മഹാന്മാരായ സ്വഹാബാക്കൾ തന്നെ പറഞ്ഞു, ഞങ്ങളുടെ മക്കളുടെ പ്രായം പോലും ആവാത്ത ഈ കുട്ടിയോട് ചോദിച്ചിട്ട് വേണോ അമീറുൽ മുഅ്മിനീൻ അങ്ങയുടെ ഈ ഖിലാഫത്തിന്റെ ഈ വലിയ ദൗത്യം അങ്ങ് നിർവഹിക്കാൻ എന്നായിരുന്നു ചോദ്യം. അപ്പൊ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതല്ല, ഈ കുട്ടിയാണ് എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. കാരണം ഈ കുട്ടിയുടെ ഉള്ളടക്കം ചെറുതല്ല, ചെറിയ ബാലനാണ്, കുമാരനാണ്, ഒരു ചെറുപ്പക്കാരനാകുന്നേ ഉള്ളൂ. എന്നിട്ട് ആ ചെറുപ്പക്കാരനോടായി സയ്യിദുനാ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെയും മറ്റുള്ളവരെയും കൂടി പരീക്ഷിക്കുന്ന വിധം പറഞ്ഞു, ഈ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ്, സൂറത്തുൻ നസ്ർ, ആ സൂറത്തുൻ നസ്റിന്റെ ഉള്ളടക്കം എന്താണ് എന്ന ചോദ്യം മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ചു. അപ്പോ എല്ലാവരും പറഞ്ഞു, ഇദാ ജാഅ നസ്റുല്ലാഹ്, അള്ളാന്റെ സഹായം വന്നാൽ, വൽ ഫതഹ്, മക്ക വിജയം ഉണ്ടായാൽ, വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, ജനങ്ങൾ മുഴുവൻ ഇങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് കൂട്ടം കൂട്ടമായി ഇങ്ങനെ പ്രവേശിക്കുന്ന കാഴ്ച നബി അങ്ങ് കാണുകയും ചെയ്താൽ, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്, അങ്ങ് തസ്ബീഹ് ചൊല്ലണം, അങ്ങ് അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്യണം, വസ്തഗ്ഫിർ, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം. അത്രയല്ലേ ഉള്ളൂ ചോദ്യമാണ് നമ്മളൊക്കെ ഇപ്പോഴും ചോദിക്കേണ്ട ചോദ്യം കേട്ടോ. പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് ചില സഹോദരന്മാർ ആലോചിക്കാറുണ്ട്, അത്ര പോരെ? ചില കാര്യങ്ങളിലൊക്കെ അക്ഷരങ്ങൾ മാത്രം മതിയാകുമെന്ന് ചിന്തിക്കുന്ന ചില സഹോദരന്മാരുണ്ട്, ചില
മൗഢ്യ വിചാരത്തിലിരിക്കുന്ന ചില സുഹൃത്തുക്കളുണ്ട്. ഞാൻ അവരോട് പറയുന്നു, ഖുർആന്റെ ഉള്ളടക്കത്തിന് ഇതൊന്നും പോരാ. ഖുർആൻ ഇങ്ങനെ ഓതി ഇതിനെങ്ങനെ അർത്ഥം വെച്ചാൽ അത്രേ ഉള്ളൂ. ഇദാ ജാ നസ്റുല്ലാ, അള്ളാഹുടെ സഹായം വന്നാൽ. യൗമുൽ ഫത്ഹാണ്, അതായത് യുദ്ധം ജയിച്ചു പിന്നെ ഇസ്ലാം എല്ലായിടങ്ങളിലും അതിന്റെ കൊടി പറത്തുന്ന, വിജയക്കൊടി പറത്തുന്ന മക്ക വിജയമുണ്ടായാൽ ജനങ്ങളെല്ലാവരും പരിശുദ്ധ ഇസ്ലാമിലേക്ക് ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് വരാൻ തുടങ്ങിയാൽ നബിയെ നിങ്ങൾ തസ്ബീഹ് മാല കൈപിടിച്ചോളൂ എന്നല്ലേ അതിനർത്ഥം? അത്രയല്ലേ ഉള്ളൂ? അത്രയല്ല ഉള്ളത്. അതാണ് ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങളിൽ ഖുർആന്റെ ചില പ്രത്യേക സന്ദർഭങ്ങൾ, ചില കോണ്ടെക്സ്റ്റുകൾ, അതിനേക്കാളും അപ്പുറത്ത് അതിന്റെ പ്രത്യേക ആഴമുള്ള അർത്ഥങ്ങൾ, അതൊക്കെ ചിലപ്പോൾ സ്വഹാബത്തിൽ നിന്ന് മനസ്സിലാകുന്ന പോലെ സ്വഹാബത്ത് മനസ്സിലാക്കിയതിനെ കൂടി വിശകലനം ചെയ്തുകൊണ്ട് അതിന്റെ ഭാഷയുടെ ഉള്ളടക്കവും അതിന്റെ സാഹചര്യവും എല്ലാം മനസ്സിലാക്കി വീണ്ടും വീണ്ടും ആഴത്തിൽ പഠിച്ച പണ്ഡിതന്മാർ മനസ്സിലാക്കിയതുപോലെ പലപ്പോഴും നമുക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ചില സഹോദരന്മാർ പറയുന്ന ഈ ഡിക്ഷണറി കൊണ്ട് മാത്രം ഖുർആനെ സമീപിക്കണം എന്ന് പറയുന്നത് വലിയ അബദ്ധം തന്നെയാണ്. അതുകൊണ്ടാണ് സയ്യിദുനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോടാണ് ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചത്, ഇബ്നു അബ്ബാസ് എന്താണ് ആയത്ത് അല്ലെങ്കിൽ ആ സൂറത്ത് ഉൾക്കൊള്ളുന്ന അർത്ഥം? അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മറ്റു സഹാബാക്കളെ പോലെ അതിന്റെ വളരെ വിശദമായ അർത്ഥതലങ്ങളിലേക്കൊന്നും പോയില്ല. ഒറ്റ അർത്ഥം പറഞ്ഞു കൊടുത്തു, ദാക അജ്ലു റസൂലില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുമെന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നതാണ് ആ സൂറത്ത് എന്നായിരുന്നു. നബി വഫാത്താകും. എന്തുകൊണ്ടാണ് വഫാത്താകും എന്ന് പറയാൻ കാരണം? എല്ലാം കഴിഞ്ഞു, മക്ക ജയിച്ചു, ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. പിന്നെ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എല്ലാം കഴിഞ്ഞ് ഇതായി മതം പൂർത്തീകരിക്കുകയും ചെയ്തു. ഇനി നബിയെ അങ്ങ് തസ്ബീഹ് മാല കൈപ്പിടിക്കണമെന്ന് പറയുമ്പോൾ അതിനു മുമ്പില്ലാത്ത വിധം തസ്ബീഹ് മാല കൈപ്പിടിക്കാനുള്ള സമയമായിരിക്കുന്നു എന്നർത്ഥം. വേറൊരു സംഭവം കൂടി അതിനകത്തുണ്ട്, നിങ്ങൾ അങ്ങനെ കൂടെ മനസ്സിലാക്കണം. അതിനു മുമ്പ് അള്ളാഹുവിന്റെ റസൂലിന്റെ പണി എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ അർത്ഥത്തിൽ ഒരു സമൂഹ നിർമ്മിതിയുടെ തിരക്കായിരുന്നു. അതിനിടയ്ക്ക് ചെയ്യേണ്ട പണിയൊക്കെ ചെയ്യുമ്പോഴും ചിലത് അങ്ങനെയാണ്. ചില ആളുകൾ മനസ്സിലാക്കിയതുപോലെ ഒരു സമൂഹത്തിന്റെ നിർമ്മിതി നടക്കുന്ന സമയത്ത് അത് പൂർത്തിയാകുന്നതിന് മുമ്പുള്ള പലതും അത് പൂർത്തിയാക്കിയതിനു ശേഷം വരാം. ഏതുപോലെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തറാവീഹ് നമസ്കാരം വീട്ടിൽ നമസ്കരിച്ചു. ഇടക്കപ്പോഴോ ഒരിക്കൽ മാത്രം ഒരു ജമാഅത്തായി നമസ്കരിച്ചു. പിന്നെ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലം വന്നു. ആ സമയത്തൊന്നും വേണ്ട പോലെ ആ നമസ്കാരം നടന്നതായി രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. അപ്പൊ എന്തേ? അതിനേക്കാളൊക്കെ എത്രയോ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ തിരക്കിലാണ് സിദ്ദീഖ്. എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധ ഇസ്ലാമിന്റെ വ്യാപനവുമായി ബന്ധപ്പെട്ടും ഇസ്ലാമിന്റെ പ്രചാരവുമായി ബന്ധപ്പെട്ടും നിരന്തരമായി മുസ്ലിം സമൂഹത്തെ ആക്രമിക്കാൻ വേണ്ടി രണ്ട് മഹാസാമ്രാജ്യങ്ങൾ ഇങ്ങനെ കണ്ണുകൂർപ്പിച്ച് കാത്തു നിൽക്കുന്ന വലിയ കാഴ്ചയുടെ മുമ്പിൽ അത്തരം ചില പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കെ ചിലതൊക്കെ അതുപോലെ നടന്നുകൊള്ളണമെന്നില്ല. അന്നു നടന്നില്ലെങ്കിൽ പിന്നെ ഇനി ഒരിക്കലും നടക്കണ്ടെന്ന് തീരുമാനിക്കുന്നിടത്തുള്ള ചില അബദ്ധങ്ങൾ കൂടി ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അന്നു നടന്നില്ല, അതുകൊണ്ട് ഇനി നടക്കണ്ടെന്ന് വിചാരിക്കണ്ട. ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ, ചില സൗന്ദര്യങ്ങൾ, ചില പിന്നെ കലാസൗന്ദര്യങ്ങൾ, ചില ദാർശനികമായ സൗന്ദര്യങ്ങൾ, ഇതൊക്കെ പലപ്പോഴും ഇതെല്ലാം പൂർത്തിയായിട്ട് വരാൻ പറ്റിയെന്നാണ്. ഒന്നിന്റെ സ്കെൽറ്റൻ ഉണ്ടായാൽ അതോടൊപ്പം തന്നെ എല്ലാം ഉണ്ടാവണമല്ലോ, അതുപോലെയാണ്. അതുകൊണ്ട് ഇവിടെ അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയെ നിങ്ങൾ തസ്ബീഹ് ചൊല്ലിക്കോ. പക്ഷെ അപ്പറഞ്ഞതിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഉദ്ദേശിച്ചത് എന്താണെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. തസ്ബീഹ് ചെല്ലാൻ സമയമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മറ്റെല്ലാ പരിപാടികളിൽ നിന്നും ഏകദേശം അങ്ങയുടെ പണി അവസാനിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇനി തസ്ബീഹും അതുപോലെ തന്നെ ഹംദും ഇസ്തിഗ്ഫാറുമായി അങ്ങ് കഴിച്ചുകൂട്ടിക്കോളൂ, സമയം അടുത്തിരിക്കുന്നു എന്നാണ്. സമയം അടുത്തിരിക്കുന്നു എന്നാണ്. ആ സമയം അടുത്തിരിക്കുന്നു എന്നാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. അതുകൊണ്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറ്റെല്ലാവരെക്കാളും ഉയർന്നു നിൽക്കുന്നതും. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു തന്നെ പറയുന്നുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി, ആരാകും ഇസ്ലാമിന്റെ അമീർ? അങ്ങനെ വരുമ്പോൾ ചിലരെങ്കിലും ഫാറൂഖ് റളിയല്ലാഹു തന്നെ നേരെ നോക്കി. അപ്പോഴും പറഞ്ഞു, അബൂബക്കറുള്ള ഒരു സമൂഹത്തിന്റെ നേതാവാകാൻ എന്നെ നിങ്ങൾ നിശ്ചയിക്കുകയോ എന്ന് ചോദിച്ചു ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കറുള്ള ഒരു സമൂഹത്തിന്റെ നേതാവായി, അബൂബക്കർ ജീവിച്ചിരിക്കെ അബൂബക്കറുള്ള ഒരു സമൂഹത്തിന്റെ നേതാവാക്കാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ടാണ്? അത്രമേൽ ഉയർന്ന പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ പരിശുദ്ധമായ ധർമ്മത്തെ അത്രമേൽ ഉയർന്നു പഠിക്കാൻ സാധിച്ച മഹാനാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ 10 ദിവസം വളരെ പ്രധാനമാണ്. അതിൽ 9ാമത്തെ ദിവസത്തെ അറഫാ ദിവസം അവിടെ ഒരു വിഭാഗം ആളുകൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ വിളികേട്ട് പോയി അറഫയുടെ മൈതാനിൽ നിന്ന് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടാനും മോമിനിങ്ങൾക്ക് വേണ്ടിയും ലോകത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കാനും നിൽക്കുമ്പോൾ ഇവിടെ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അറഫയുടെ, അതായത് ദുൽഹിജ്ജയുടെ 9ാമത്തെ ദിവസം നമ്മൾ നോമ്പ് നോക്കണം.
ആ നോമ്പ് നോക്കുന്നതിനെ കുറിച്ചും റസൂലുള്ളാഹി പറഞ്ഞു, ഒരു കൊല്ലത്തെ തക്ഫീറാണത്. കഴിഞ്ഞു പോയതും വരാനുള്ളതും കൂടി പുറത്തു തരാൻ പറ്റുന്ന വിധത്തിലുള്ള നോമ്പാണ് ആ നോമ്പ് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹദീസിനെ വ്യാഖ്യാനിച്ച സഹാബ, ചില പണ്ഡിതന്മാർ, മഹാന്മാരായ പണ്ഡിതന്മാർ തന്നെ പറഞ്ഞു, ഈ വരാൻ പോകുന്നത് പുറത്തു തരാണെങ്കിൽ ചിലപ്പോൾ ആ വർഷവും കൂടി ജീവിക്കുന്നെങ്ങാനുണ്ടോ എന്ന് ചോദ്യം. അങ്ങനെ ആയതുകൊണ്ട് ഇനി അത് പിടിച്ചിട്ട് ഇനി അടുത്ത വർഷം ഏതായാലും മരിക്കൂല എന്ന് വിചാരിക്കാനല്ല, പക്ഷെ അങ്ങനെ ഒരു സൂചനയുണ്ടോ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു എന്നർത്ഥം. അപ്പോൾ വളരെ വിശുദ്ധമായ